ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 14 ഇന്ന് ഭാരത ക്രൈസ്തവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും വളരെ ദൂരെയല്ല പുളിയൂർക്കുറിച്ചി എന്ന സ്ഥലം. നാഗർകോവിലിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. അവിടെയുള്ള പാറയിൽ ചെറിയൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നു. ഇത് സംഭവിച്ചതിനെക്കുറിച്ചൊരു പാരമ്പര്യമുണ്ട്. പണ്ട് ദാഹിച്ചു വലഞ്ഞ ആ മനുഷ്യൻ വെള്ളം കിട്ടാനായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ആ പാറയുടെ സമീപമാണ്. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതാണ്. ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരായിരുന്നു ആ മനുഷ്യൻ? മുട്ടുകുത്തി പ്രാർത്ഥിച്ച പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച മനുഷ്യൻ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു മോശ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന മഹാവിശുദ്ധൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരേ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യമദേവൻ്റെ വാഹനമെന്ന് കരുതപ്പെട്ട പോത്തിൻ്റെ മേലെ ഇരുത്തി കുഴുമൈക്കാട് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് കൊന്നു കളയുക എന്നായിരുന്നു ദേവസഹായം പിള്ളയ്ക്ക് കിട്ടിയ ശിക്ഷ. എന്നാൽ മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം രാജകൽപ്പന തിരുത്തപ്പെട്ടു. അരൾവായ്മൊഴി എന്ന സ്ഥലത്ത് കൊണ്ടുപോയി പാണ്ഡ്യദേശത്തേക്ക് നാട് കടത്തുകയാണ് ഉണ്ടായത്. അവിടെ ഒരു കാട്ടിലാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുവിട്ടത്. അവിടെ വെച്ച് ആഴമേറിയ ധ്യാനത്തിൽ മുഴുകി ദേവസഹായം പിള്ള. കാടിനടുത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുക പതിവായി. അതിൽ രോഷം കൊണ്ട അധികാരികൾ ദേവസഹായത്തെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു. 1752 അത്. പട്ടാളക്കാർ തോക്കെടുത്തെങ്കിലും വെടിവെക്കാൻ കഴിഞ്ഞില്ല. ദേവസഹായം അവരുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി അത് ആശീർവദിച്ച് തിരിച്ചു കൊടുത്തു. പിന്നെ നിറയൊഴിച്ചപ്പോൾ ദേവസഹായം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം കാട്ടാടിമലൈ എന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. 1756 തന്നെ ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വത്തിക്കാന് കൊച്ചി മെത്രാൻ റിപ്പോർട്ട് നൽകിയിരുന്നു. അന്ന് കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു കന്യാകുമാരി. 1780 കരിയാറ്റിൽ ജോസഫ് മൽപ്പാൻ വത്തിക്കാന് വീണ്ടും റിപ്പോർട്ട് നൽകി നാമകരണ നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് തമിഴ്നാട് മെത്രാൻ സമിതിയും CBCയും ഇക്കാര്യത്തിൽ മുൻകൈയെടുത്തു. ഈ ചില ഹൈന്ദവ സംഘടനകൾ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നു. തിരുവിതാംകൂറിൽ മതപീഡനം നടന്നു വരുന്നതിന് തെളിവില്ല എന്നാണ് അവർ തടസ്സവാദം ഉന്നയിച്ചത്. എന്നാൽ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥന്മാർ മതം മാറാൻ പാടില്ലെന്ന് വിലക്കുണ്ടായിരുന്നതിന് തെളിവുകൾ കിട്ടി. ആ തെളിവുകൾ കിട്ടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികളൊക്കെ നീണ്ടുപോയി. 2012 ജൂൺ 28 ബെനഡിക്ട് പാപ്പ നാമകരണ പ്രക്രിയ ആരംഭിക്കാൻ അനുവാദം കൊടുത്തു, തെളിവുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ. 2012 ഡിസംബർ 2 നാഗർകോവിൽ വെച്ച് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. 2 കൊരിന്തോസ് 4 8 മുതൽ 8-9 വാക്യങ്ങൾ: ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല; വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭക്താശരാകുന്നില്ല; പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല; അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങൾ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിച്ചു കൊണ്ടിരിക്കുന്നു. പൗലോസിൻ്റെ ഈ വാക്കുകൾ ദേവസഹായം പിള്ളയുടെ ജീവിതത്തിൽ രക്തചുരുക്കമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായര്, സഭയോടൊപ്പം നിൽക്കുന്ന അൽമായര്, അവരുടെ ജീവിതത്തിൻ്റെ രക്തചുരുക്കവും ഇതാണ്. ഈ സഭയുടെ കൂടെ നിൽക്കുന്ന അൽമായ സുഹൃത്തുക്കൾ, വൈദികർ, കന്യാസ്ത്രീകൾ, അവർ ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വം പോലെ ജീവിക്കുന്ന രക്തസാക്ഷിത്വം, വെള്ള രക്തസാക്ഷിത്വം, വരണ്ട രക്തസാക്ഷിത്വം എന്നൊക്കെ പറയല്ലോ, ഡ്രൈ മാർട്ടിഡം എന്നൊക്കെ പറയുന്ന രക്തസാക്ഷിത്വത്തിൽ കടന്നു പോവുകയാണ്. ആ വിശുദ്ധിയുടെ പാതയിൽ, രക്തസാക്ഷ്യത്തിൻ്റെ പാതയിൽ ഇനിയും മുന്നേറാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.